നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഇടത് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കോൺഗ്രസ് അന്തിമ രൂപം നൽകുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJPയും ഒരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുമ്പോൾ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 15 ലോക്സഭാ സീറ്റുകളിലും സിറ്റിംഗ് എംപിമാരുടെ പേരുകൾ മാത്രം നിർദ്ദേശിച്ച് KPCCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി. മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ K. സുധാകരൻ പകരം K. ജയന്തിന്റെ പേര് നിർദ്ദേശിച്ചു. ആലപ്പുഴയിൽ ആരുടെയും പേര് നിർദ്ദേശിക്കാതെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡിന് പട്ടിക കൈമാറിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പാനൽ നൽകേണ്ടതില്ലെന്ന ധാരണ പ്രകാരമാണ് 15 സീറ്റുകളിലും സിറ്റിംഗ് എംപിമാരുടെ പേര് മാത്രം സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയത്. മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിയ K. സുധാകരൻ തനിക്ക് പകരം K. ജയന്ത് മത്സരിക്കണമെന്ന നിലപാടും വ്യക്തമാക്കി. ഇതോടെ കണ്ണൂരിൽ K. ജയന്ത് വരുമെന്നുറപ്പായി. സാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ച് വടക്കൻ കേരളത്തിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥി എന്നതും K. ജയന്തിന് കാര്യങ്ങൾ അനുകൂലമാക്കി. ആലപ്പുഴയിൽ ഒരു പേരും നിർദ്ദേശിക്കാതെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക നൽകിയത്. KC വേണുഗോപാലിനോടാണ് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. സോഷ്യൽ ബാലൻസ് കൃത്യമായിരിക്കും. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ആ സോഷ്യൽ ബാലൻസ് ഉണ്ടാവും, അത് ശ്രദ്ധയുണ്ടാവും. കാരണം എല്ലാവരുടെയും പാർട്ടിയല്ലേ കോൺഗ്രസ്, എല്ലാവരുടെയും പാർട്ടിയാണ് കോൺഗ്രസ്. മണ്ഡലങ്ങളിലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, സർവേ റിപ്പോർട്ട് പ്രതികൂലമായത് എന്നിവ പരിഗണിച്ചാൽ പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ മാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയെയും മാവേലിക്കരയിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനെയും പരിഗണിക്കും. 3-ാം തീയതി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനം വന്നേക്കും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകരുതെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇറങ്ങുമോ? KC വേണുഗോപാൽ മത്സരരംഗത്തുണ്ടാകുമോ? ഇതെല്ലാം പരിഗണിച്ചായിരിക്കും സാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചുള്ള അന്തിമ പ്രഖ്യാപനം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കണ്ണൂരിൽ MV ജയരാജനോട് ഏറ്റുമുട്ടുക കോൺഗ്രസിൽ നിന്ന് K. ജയന്ത് തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതേസമയം ആലത്തൂരിൽ ജയിക്കുമെന്ന ഫുൾ കോൺഫിഡൻസിലാണ് മന്ത്രി K. രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരും വരെ മന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിറവേറ്റുമെന്ന് CPIM-ന്റെ ആലത്തൂർ സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ പറയുന്നു. ഇടതുപക്ഷങ്ങൾക്ക് പാർലമെന്റിൽ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ച കാലമാണ് കടന്നുപോയതെന്നും ആലത്തൂരിൽ വിജയം ഉറപ്പെന്നും മന്ത്രി പറഞ്ഞു. എവിടെ ചെന്നാലും പൂർണ്ണ മനസ്സോടെയാണ് പ്രവർത്തിച്ചത്. അതിനിയും അങ്ങനെ തന്നെ തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഔദ്യോഗിക പരിപാടികൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാണ്. അത് ആ പരിപാടിയും ചെയ്യും. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിൻ്റെ പ്രവർത്തനവും ഉണ്ടാവും. ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് വരുന്നവരെ മന്ത്രി തന്നെയാണ്. കേരളത്തിലെല്ലാ മണ്ഡലത്തിലും പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ പിന്നെ ആലത്തൂർ വ്യത്യസ്തമാകില്ല. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതിനൊക്കെ ജനങ്ങൾക്കൊരു വലിയ പങ്കുണ്ടല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യയുടെ കുറവ് വല്ലാതെ പ്രതിഫലിച്ച ഒരു കാലമായിരുന്നു. ഇടതുപക്ഷങ്ങൾക്ക് കൂടുതൽ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അറ്റ്ലീസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെങ്കിലും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടതായിരുന്നു. ഏത് സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഓരോ ഘട്ടത്തിലും തീരുമാനിച്ചത് പാർട്ടിയാണ്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ പ്രശ്നമായിരുന്നില്ല. ഏത് ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചപ്പോഴും അത് 100% സത്യസന്ധമായിട്ടും പൂർണ്ണതയോടുകൂടി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതിൻ്റെ കഴിവിനനുസരിച്ച്. സുരേഷ് ഗോപി നൽകിയ ലൂർദ് മാതാവിന്റെ കിരീടവും വിമോചന സമര വെടിവെപ്പ് നടന്ന ദേവാലയങ്ങളിലെ നേതാക്കളുടെ സന്ദർശനവും തൃശൂരിൽ BJPക്ക് തുണയാവില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ദേശീയ വിഷയങ്ങളാണ് ചർച്ചയെന്നും രാജൻ പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്നും രാജൻ അവകാശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം തൃശൂർ മണ്ഡലം. തൃശൂർ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പര്യടനവും ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ LDFിൻ്റെ ചുമതലക്കാരനായ റവന്യൂ മന്ത്രി കൂടിയായ K. രാജൻ നമ്മോടൊപ്പമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം, ആ പരാജയം മറികടക്കാൻ ഇത്തവണ എന്ത് അനുകൂലഘടം? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയം പൊതുവിൽ അനുകൂലമാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നല്ലതുപോലെ രാഷ്ട്രീയം അനുകൂലമാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തൊരു ഭീഷണി, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന
വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് BJP വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി അവർ മണ്ഡലം പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യം എത്രമാത്രം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതാവും? ഈ നടപടിക്രമങ്ങളൊക്കെ എത്ര പരീക്ഷിച്ചു പോയതാ. സുരേഷ് ഗോപിയെ കഴിഞ്ഞ രാജ്യസഭാ സീറ്റിൽ രാജ്യസഭ അംഗമായി നിലനിൽക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇതുതന്നെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ MP ആയിരിക്കുന്ന ഘട്ടത്തിലെ കേന്ദ്രമന്ത്രിയാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന പ്രസിഡന്റ് ഉല്ലൂർ പള്ളിയിൽ, അതായത് വിമോചന സമരകാലത്ത് വെടിവെപ്പ് നടന്ന ഉല്ലൂർ പള്ളിയിൽ സന്ദർശിക്കുക, ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ വിജയം എത്രമാത്രമുണ്ട്? അല്ല, രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മതന്യൂനപക്ഷങ്ങൾ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യ കാണുകയല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ ഇപ്പോൾ UDFൻ്റെയിലും NDAയിലും ഒരു ഭരണവിരുദ്ധ വികാരം, ഇപ്പോൾ ഈ മന്ത്രിസഭയിലൊരു അംഗമാണ്, ഭരണവിരുദ്ധ വികാരമാണ് പൊതുവെ ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എത്രമാത്രം സംസ്ഥാന ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് സാധ്യമാകാതെ പോയ പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഈ ജനസമക്ഷം കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ തരാനുള്ള 57,432 കോടി രൂപയുടെ വിഹിതം തടഞ്ഞു വെക്കുകയും. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാകില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായി കാണുക എന്നുള്ള വലിയ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഏതായാലും LDF ഉയർത്തുന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ മേന്മയും, ഇത് രണ്ടും ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം സഹായിക്കുമെന്നാണ് മന്ത്രി K. രാജൻ പറഞ്ഞു വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കാടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള പൊതു ഇടങ്ങളിൽ പോസ്റ്ററും കൊടി തോരണങ്ങളും സ്ഥാപിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ മേയർ രംഗത്ത്. പോസ്റ്റർ പതിക്കുന്നതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇലക്ഷൻ ചുമതലയുള്ള ജില്ലാ കളക്ടർക്ക് മേയർ കത്ത് നൽകി. LDFനാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം. തിരഞ്ഞെടുപ്പ് പോസ്റ്റർ പൊതുയിടങ്ങളിൽ പതിച്ച് മലിനമാക്കുന്നതായി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് കുറ്റപ്പെടുത്തി. പൊതുയിടങ്ങളിലെ പോസ്റ്റർ പ്രചരണത്തിനെതിരെ മേയർ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പോസ്റ്റർ പ്രചരണത്തിനെതിരെ നടപടി വേണമെന്ന് മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളം വിട്ടാൽ ഇത്തരമൊരു പ്രചാരണ രീതി മറ്റൊരു സംസ്ഥാനത്തുമില്ലെന്നും മേയർ പറഞ്ഞു. തൃശൂർ പട്ടണത്തെ വളരെ മലിനമാക്കുന്ന രീതിയിലാണ് ഈ കൊടി തോരണങ്ങളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുന്നത്. കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ഇതുപോലെ തന്നെ പരസ്യത്തിന് കൊടുത്തിട്ടുള്ള വാടക വാങ്ങി നമ്മൾ പരസ്യം കൊടുത്തിട്ടുള്ള സ്ഥലത്ത് പോലും ഇതുപോലെ തന്നെ എല്ലാവരും ഒട്ടിച്ച് വളരെ മോശമായ രീതി ഈ കൊടി തോരണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇക്കാര്യത്തിൽ പുനർചിന്ത നടത്തണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. പണം വാങ്ങി പരസ്യം അനുവദിച്ചിടത്തും പോസ്റ്റർ പതിച്ചതായി മേയർ പരാതിപ്പെടുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തെറ്റുതിരുത്തണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പോസ്റ്ററുകളും കൊടിതോരണങ്ങളും വ്യാപകമായി പതിച്ചിരുന്നു. ഇതിനെതിരെയാണ് മേയറുടെ കത്ത്. സ്വതന്ത്രനായ മേയറുടെ പിന്തുണയോടെയാണ് LDF തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത്. റിപ്പോർട്ടർ തൃശൂർ. 3 തവണ തുടർച്ചയായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെത്തിക്കാൻ സിറ്റിംഗ് MP ആന്റോ ആന്റണിക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം UDFനെതിരെ പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് LDFും NDAയും. വെയിറ്റിംഗ് ഷെഡുകളും ഹൈമാസ് ലൈറ്റുകളും മാത്രമാണ് സിറ്റിംഗ് MPയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് ഇരുമുന്നണികളും വിമർശിക്കുന്നു. അതേസമയം സാധാരണക്കാർക്കായി താൻ പാർലമെന്റിൽ ഉന്നയിച്ച വിഷയങ്ങൾ LDFനും NDAയ്ക്കുമുള്ള മറുപടിയാണെന്ന് ആന്റോ ആന്റണി MPയും വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ 4ാം തവണയും ഒരേ സ്ഥാനാർത്ഥി തന്നെ UDFനായി മത്സരിക്കാൻ ഇറങ്ങുന്നത് വോട്ടർമാരിൽ മടുപ്പുളവാക്കുമെന്ന വിലയിരുത്തലിലാണ് LDFും NDAയും. 2009 ആന്റോ ആന്റണി 4,08,232 വോട്ട് നേടി. 2014 ആന്റോ ആന്റണിക്ക് ലഭിച്ച വോട്ട് 3,50,842 കുറഞ്ഞു. 2019 പക്ഷേ ആന്റോ ആന്റണി 3,80,927 വോട്ട് നേടി. 3 തവണ പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ എവിടെയെന്നാണ് LDFും NDAയും ചോദിക്കുന്നത്. വെയിറ്റിംഗ് ഷെഡുകൾ മാത്രമാണ് സിറ്റിംഗ് MPയുടെ വികസന പ്രവർത്തനമെന്ന് PC ജോർജും വിമർശിച്ചു. ഇവിടെ നിലവിലൊരു MP കാണാനില്ലെന്ന് എല്ലാവരും ഉണ്ട്. ഈ 2 മാസമായിട്ട് കുറെ വെയിറ്റിംഗ് ഷെഡ് പഠിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഷെഡ് MP എന്നാണ് പറയുന്നത്. വെയിറ്റിംഗ് ഷെഡ് MP ആയിട്ട് നടക്കാം, മനുഷ്യനോട്ട് കിട്ടുകയില്ല. അയാളൊരു MP എന്നതിൽ ജോലി ചെയ്തിട്ടില്ല, ഈ നാടുമായിട്ട് കാണുന്നില്ല. അയാള് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ടൂർ കിടക്കുക. അങ്ങനെ ടൂർ എടുക്കാനാണോ ഒരുത്തന്നെ MP ആക്കി വിടുന്നത്? LDFനും NDAയ്ക്കും മറുപടിയുമായി ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. ഇവിടുത്തെ ഈ നാടിനെ ബാധിക്കുന്ന, ജനജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതോടൊപ്പം പാർലമെന്റിൽ കൊണ്ടുവന്ന പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ, അതൊക്കെ
ഇന്നത്തെ സമൂഹത്തിൽ അനിവാര്യമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ ബില്ലുകൾ കൊണ്ടുവന്നത്. ഇതെല്ലാം ഇതിന്റെ അകത്ത് പ്രതിപാദിക്കപ്പെടും. പത്തനംതിട്ടയിൽ ഇക്കുറി മത്സരം തീപാറുമെന്ന് ഉറപ്പായി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി 3 മുന്നണികളും വരും ദിവസങ്ങളിൽ കളം നിറയും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് വാരണാസി. പ്രധാനമന്ത്രിയുടെ മണ്ഡലം എന്നതിനപ്പുറം വാരണാസിക്ക് ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മണ്ഡല പരിചയത്തിൽ ഇന്ന് കാണാം കാശി എന്നും ബനാറസ് എന്നും അറിയപ്പെടുന്ന വാരണാസി. ഗംഗ തഴുകി തലോടി ഒഴുകുന്ന പുണ്യഭൂമിയാണ് വാരണാസി. പട്ടിനും പൈതൃകത്തിനും പേരുകേട്ട മണ്ണ്, ക്ഷേത്രഭൂമി. മണികർണിക ഘട്ടിലേക്ക് മോക്ഷം തേടിയെത്തുന്നത് പതിനായിരങ്ങൾ. ഉത്തരദേശത്തിന്റെ ഹൃദയവും ആത്മാവും ഇവിടെ കുടികൊള്ളുന്നു. കാശി, ബനാറസ്, വാരണാസി, പേരുകൾ പലത്. ഗംഗാതടം ഇന്ന് താമരക്കുമ്പിളിലാണ്. 2014 രാജ്യം ജയിക്കാനെത്തിയ ഗുജറാത്തുകാരൻ അടിത്തറയായി കണ്ട മണ്ണ്. വാരണാസിയുടെ ആത്മീയ ഹൈന്ദവ രാഷ്ട്രീയ പശ്ചാത്തലം മോദിക്ക് വഡോദരയ്ക്ക് മുകളിൽ ഈ മണ്ഡലത്തെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി. ഗംഗാമാതാവ് വിളിച്ചു, ഞാൻ വന്നു എന്നാണ് 2014 മത്സരിക്കാനെത്തിയ മോദി പറഞ്ഞത്. 10 വർഷത്തിനിപ്പുറം മോദിക്ക് വാരണാസി നൽകിയ ഊർജത്തിന്റെ അളവ് രാഷ്ട്രീയ നീക്കങ്ങളിൽ വ്യക്തവുമാണ്. 2009 മുതിർന്ന BJP നേതാവ് മുരളി മനോഹർ ജോഷിയായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2014 വാരണാസിയിലൂടെ വീശിയടിച്ച മോദി കൊടുങ്കാറ്റിൽ ഉത്തർപ്രദേശിലെ 80-ൽ 71 സീറ്റും BJP നേടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു 2014 വാരണാസിയിൽ മുഖ്യ എതിരാളി. കോൺഗ്രസ് നിർത്തിയ അജയ് റായ് തകർന്നടിഞ്ഞു. 2019 രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രിയങ്ക ഗാന്ധി മോദിയുടെ വിജയാശ്വത്തെ വീഴ്ത്താനെത്തുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. അജയ് റായിയെ തന്നെ രംഗത്തിറക്കിയ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4,79,000 വോട്ടുകൾക്കാണ് 2ാം അംഗത്തിൽ മോദി ജയിച്ചത്. 2004 കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമായി ദേവഭൂമിയെ ജയിച്ചത്. 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 4ഇടത്തും BJP MLA-മാരാണ്. റുഹാനിയ മണ്ഡലത്തിൽ NDA സഖ്യകക്ഷിയായ അപ്നാദളും. നരേന്ദ്രമോദി തന്നെയാകും ഇത്തവണയും BJP സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ്. 2ാമതൊരു മണ്ഡലം തെരഞ്ഞെടുത്താലും വാരണാസിയെ ഒഴിവാക്കാനാകില്ല. ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വീതം വെച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയോട് വാരണാസി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. എന്നാൽ മോദിക്കൊത്ത എതിരാളിയെ നിർത്തുമോ എന്നതാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയോടുള്ള ചോദ്യം. രാജ്യം കാത്തിരിക്കുകയാണ് ബനാറസിലെ പൂക്കളുടെ നിറമറിയാൻ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. CPIM കോൺഗ്രസിനെ കുറ്റം പറയുന്നത് BJPയെ സഹായിക്കാനെന്ന് MK രാഘവൻ MP. ദേശീയ തലത്തിൽ BJPയെ പരാജയപ്പെടുത്താനാണെങ്കിൽ CPIM ഇന്ത്യ മുന്നണിയിൽ നിൽക്കണം. CPIM ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്നത് തമാശയാണെന്നും MK രാഘവൻ പറഞ്ഞു. മതേതര ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന എളമരം കരീമിന്റെ പ്രസ്താവനയ്ക്കാണ് MK രാഘവന്റെ മറുപടി. അവർ ഇന്ത്യയിൽ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിന് കുറ്റം പറയുന്ന ആളുകൾ, ഞങ്ങൾ 350 സീറ്റിലാണ് മത്സരിക്കുക കോൺഗ്രസ്. CPM എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഇപ്പോൾ ദേശീയ തലത്തിൽ BJP നേരിടണമെങ്കിൽ ആ BJP നേരിടുന്ന മുന്നണിയെ സഹായിക്കണ്ടേ CPM? അതിലേക്കത് അവരില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിന് കഴിയില്ല, ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അത് ഒരു തമാശയല്ലേ? കേരളത്തിൽ മാത്രം ഒന്നും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നു പറഞ്ഞാൽ ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റും? ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ നിന്ന്. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പമുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ജാക്കി. നമ്മൾ മണ്ഡലങ്ങളിലൂടെയുള്ള അശ്വമേധം പര്യടനം തുടരുന്നു. കൊണ്ടോട്ടിയിലെ മനുഷ്യരുടെ മനസ്സിൽ എന്താണ്, മലപ്പുറത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വമേധം റിപ്പോർട്ടർ തത്സമയം കൊണ്ടോട്ടിയിൽ നിന്നും. അയ്യോ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നു.
ഹലോ ഗുഡ് മോർണിംഗ്. മത്സരം ഇത്തവണ കനക്കുവോ അതല്ല ഫൈറ്റ് ഉണ്ടാവും? ബംഗാളി ഹേനാ ഭയ്യ? അത് ശരി. യുവത്വം ജയിക്കും വസീഫ്. ഇപ്പൊ വസീഫ് എത്തിയിട്ടുണ്ട്. വസീഫ് വെരി ഗുഡ് മോർണിംഗ്. വസീഫേ, സന്തോഷമുള്ള കാര്യം ആദ്യമേ പറയണ്ടേ? വസീഫിനെ ഈ കുതിരപ്പുറത്ത് ഞാൻ കയറ്റും. അത് വേണ്ട. E.T. മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം മണ്ഡലമാണ്. പക്ഷെ വസീഫ് വന്നതോടുകൂടി ചിത്രം മാറി എന്ന് കേൾക്കുന്നു. ശരിയാണോ? ഇവർ പറയുന്നത് ചോദിച്ചു വാങ്ങിയല്ല, പൊന്നാനിന്ന് ഒളിച്ചോടിയതാന്ന് പറയുന്നത്. ഇതൊന്ന് പിടിച്ച് നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഒരു സാഹസികമായ പണിയാണ്. ഓക്കെ, താങ്ക് യു. കൊണ്ടോട്ടിയിൽ എവിടെ ചേട്ടാ നല്ല ചായ കിട്ടുന്ന സ്ഥലം? മലപ്പുറം അല്ലേ, മറിയുമോ, ഇവിടെ ജയിക്കുമോ വസീഫ്? എന്തിനാ അല്ലേ അങ്ങനെ ഒരു സംശയം അരുണേട്ടന് ചിലപ്പോൾ ഉണ്ടാവും. ആദ്യഘട്ടം തന്നെ നമ്മള് എല്ലാവരെയും ഒന്ന് കൈവീശി കാണിച്ച് ഇനി എല്ലാവരിലേക്കും നമ്മൾ ചെല്ലും. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണ് ഒരു നാടിന് സ്വീകാര്യനാകുന്നത്, അതുപോലെ അവർക്ക് 24/7 ആക്സസിബിൾ ആയിരിക്കും. ഇവരെ നമ്മൾ ഇവിടെ നിർത്തിയ പ്രശ്നം, ക്യാരറ്റ് കണ്ടാൽ ജാക്കിക്ക് പ്രശ്നമാണ്. സമസ്തയെ കണ്ട് CPM-നുള്ള ആഗ്രഹം പോലെയാണ് ക്യാരറ്റ് കണ്ടാൽ കുതിരയ്ക്കുള്ള ആഗ്രഹം. കൊടിമരം റോഡ് കൊണ്ടോട്ടിയിലുള്ള ഹോട്ടൽ മതിയിലെ ചായ കൊള്ളാമോ എന്ന് നമ്മളിപ്പോ പറയും കേട്ടോ. ഒന്നുകിൽ കട പൂട്ടും, ഇല്ലെങ്കിൽ കട ഓടും. നാട്ടുകാർ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. നമുക്ക് രാഷ്ട്രീയം പറയാം. പുതിയൊരു മാറ്റം വരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വേണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പാണ്. 2020 അടിക്കും ഇടതുപക്ഷം. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കിട്ടും. കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള അംഗത്തിന്റെ പ്രതികരണം കൂടിയാണ്. മുന്നേറ്റത്തിന്റെ കാര്യം വരുമ്പോഴേ നോക്കൂ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മുത്തലാഖ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയിൽ കാണണമായിരുന്നു. നമസ്കാരം ചേട്ടാ, രാവിലെ കടയിലേക്ക് വന്നതാണോ? അതെ. എങ്ങനെയാ ഇവിടുത്തെ മൊത്തത്തിലൊരു രാഷ്ട്രീയ നിലവാരം? ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇതിഹാസ പുത്രനാണ് E.T. അജയ്യനായ സമര നായകനാണ് E.T. മുഹമ്മദ് ബഷീർ. ഞങ്ങളെ കൊണ്ടോട്ടിക്കാരെ ഇത്ര കാണാൻ പഠിക്കാൻ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നതിന്റെ സന്തോഷത്തിൽ E.T. മുഹമ്മദ് ബഷീർ ധാരാളം ചെറുപ്പക്കാർ വരുന്നൊരു മേഖലയാണ്. അവർ വിദ്യാഭ്യാസമായി മുന്നിലേക്ക് വരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ അവകാശം, ന്യൂനപക്ഷങ്ങളുടെ റൈറ്റ് കൊടുക്കാറുണ്ടായിരുന്നില്ല. ലീഗ് ഒറ്റയ്ക്ക് നേടിയതാണ്. ലീഗ് UDF നേടിയതാണ്. UDF-ന്റെ പൊളിറ്റിക്കൽ വിജയമാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF-ന്റെ ഗവൺമെന്റ് അത് ആർദ്രതയുടെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇത് രൗദ്രതയുടെ അല്ലെങ്കിൽ ആവിധത്തിലുള്ള രൗദ്രഭാവം. ആർദ്രതയുടെ കാലമായിരുന്നു UDF-ന്റേതെങ്കിൽ രൗദ്രതയുടെ കാലമാണ് LDF-ന്റേത് എന്ന് പറയുന്ന പഴയ പ്രാസംഗികൻ ഓർമ്മ വരുന്നു. താങ്ക് യു E.T. അപ്പോ കൊണ്ടോട്ടി ഉണർന്നു, മലപ്പുറം ഉണർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം വിറ്റത് പൊന്നാനിയിലെ. നിലവിലുള്ള MP ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവരെ പോലും ഇപ്പോഴും പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള ഇന്ന് കൊണ്ടോട്ടിയിൽ വെച്ചാണ് ചർച്ച. കുരുക്ഷേത്രം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. വൈകുന്നേരം 6:30. കൊണ്ടോട്ടിയിലെ രാഷ്ട്രീയ ചൂട് മനസ്സിലായല്ലോ. ആസിഫാണെങ്കിലും ജാഫറും നല്ല വാദം രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഉന്നയിച്ചു. പക്ഷേ നോക്കൂ, തോളിൽ കൈയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയം, അതാണ് കൊണ്ടോട്ടി. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭവാർത്താ ദിനം ആശംസിച്ചുകൊണ്ട് ഞാനും ജാക്കിയും യാത്ര തുടരുന്നു. നാളെ നമ്മൾ കണ്ടുമുട്ടുക പൊന്നാനിയിലായിരിക്കും. മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി